നല്ല ഒരു പുലരിയും കൂടെ പാവനനായ പരിശുദ്ധനായ ദൈവം നമുക്ക് ദാനമായി തന്നുവല്ലോ. നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാതെ ശാരീരിക ക്ലേശങ്ങളാൽ എത്ര പേർ ഇന്നലെ രാത്രി വേദനയോടെ കഴിഞ്ഞു. ചിലരുടെ ആയുസ്സും നിലച്ചുപോയി. എന്നാൽ ഈ രാവിലെ എഴുന്നേൽക്കാൻ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ആശ്രയിക്കാൻ കരുണാസമ്പന്നനായ ദൈവം നമ്മോട് മനസ്സിലിവ് കാണിച്ചുവല്ലോ. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന നിയോഗത്തിന്റെ വചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാമത് വാക്യമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ലല്ലോ. ഉലകത്തെ ചമച്ച ഇക്കാണുന്ന പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ സ്വയാസ്തിത്വമുള്ള സ്വയംഭൂവായ സർവജ്ഞാനിയായ ദൈവം, ആ ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യങ്ങളുമില്ല. ജീവിതത്തിന്റെ ഇന്നലകളുടെ ചരിത്രങ്ങളിലേക്ക് നാം ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നാളെ നടക്കാനുള്ള ഒരു അത്ഭുതത്തിന് വേണ്ടിയോ, ഒരു വിടുതലിന് വേണ്ടിയോ, ജയത്തിന് വേണ്ടിയോ, മറുപടിക്ക് വേണ്ടിയോ ഒക്കെ നാം ഇന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ ബന്ധപ്പെടുത്തുന്നത്, എന്നെ ഉറപ്പിക്കുന്നത്, എന്നെ സഹായിക്കുന്നത് ഇന്നലകളിൽ നാളെ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കാൾ അതിഭയങ്കരമായ, ഭയാനകമായ പ്രശ്നങ്ങളിൽ നിന്ന് സർവശക്തനായ ദൈവം എന്നെ വിടുവിച്ചു, എന്നെ സ്വതന്ത്രമാക്കി എന്ന ആ വലിയ ഉറപ്പാണ് ഇന്നും ദൈവത്തിൽ ആശ്രയിക്കാൻ എൻ്റെ ഹൃദയത്തിന് ബലം നൽകി തരുന്നത്. പണ്ഡിറ്റ് രമാഭായി എന്ന പേരിൽ അറിയപ്പെടുന്ന ശക്തയായി തകർന്നവരുടെയും വേദനിച്ചവരുടെയും കരഞ്ഞവരുടെയും വെറുക്കപ്പെട്ടവരുടെയും പിച്ചിച്ചീന്തപ്പെട്ടവരുടെ ഒക്കെ നടുവിൽ അവരുടെ നവോത്ഥാനത്തിനു വേണ്ടി ഭാരതത്തിന്റെ മണ്ണിൽ ഉപയോഗിക്കപ്പെട്ട ശക്തയായ ഒരു വനിതാ രത്നമുണ്ടായിരുന്നു. അതത്രേ പണ്ഡിറ്റ് രമാഭായി. താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ പ്രസ്ഥാനത്തിന് മുക്തി മിഷൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആ മുക്തി മിഷൻ, ഡോഡ്ബല്ലാപ്പൂരുള്ള മുക്തി മിഷനിൽ വെള്ളത്തിന്റെ ദൗർലഭ്യം വന്നു. അവിടെ പാർക്കുന്ന അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഒരിറ്റ് ദാഹം ശമിക്കാനുള്ള ജലം അവിടെ ലഭിക്കാതെ വന്നു. നിരവധി ആളുകൾ അവിടേക്ക് അവരെ കൊണ്ടുവന്നു കിണറ് കുഴിക്കേണ്ടതിന്. ഏതാണ്ട് 15ഓളം കിണറുകൾ മാറി മാറി കുഴിച്ചു നോക്കി. കട്ടിയുള്ള പാറ. അവരോട് നിശബ്ദമായി സംസാരിക്കുന്ന ഒരു വാക്കുണ്ടില്ല, ഇവിടെ ഒരു തുള്ളി ജലം പോലും കനിയുകയോ നിറയുകയോ ചെയ്യുകയില്ല എന്നുള്ളത് അവൻ ഉറപ്പായിട്ട് പറഞ്ഞു. അങ്ങനെ ക്ഷമ മുഴുവൻ നഷ്ടപ്പെട്ട, പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട ആ ജോലിക്കാർ അവർ അവിടെ നിന്ന് വിട പറഞ്ഞു പോകാനിടയായി. എന്നാൽ സംഭവിച്ചൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. അവരെല്ലാവരും മാറിപ്പോയ ആ രാത്രിയിൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമായിട്ടില്ലെന്ന് ശക്തമായി പറഞ്ഞ പണ്ഡിറ്റ് രമാഭായി ആ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കനത്ത ഇരുളിനെയും വകവെക്കാതെ ഒരു കൈത്തിരിയും കരത്തിലേന്തിക്കൊണ്ട് ആ വിളക്കിന്റെ വെളിച്ചത്തിൽ താൻ അവർ വെട്ടിയിട്ട് വെള്ളം കാണാതെ പോയ ആ സ്ഥലത്തേക്ക് ചെന്നു. ആ കിണറിന്റെ മുൻപിൽ താൻ മുഴങ്കാൽ മടക്കി മഴയും ഹിമവും എല്ലാ മനുഷ്യർക്കും ദാനമായി കൊടുക്കുന്ന പ്രകൃതി പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ ദൈവത്തോട് പണ്ഡിറ്റ് രമാഭായി പ്രാർത്ഥിക്കാനിടയായി. അവർ പ്രാർത്ഥിച്ചു, അവർ മടങ്ങിപ്പോന്നു. അടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിണർ വെട്ടേണ്ടതിന് അവിടേക്ക് വന്ന ജോലിക്കാർ കണ്ടത് 15 അടിയോളം ആ കിണറ്റിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ്. ഇന്നും പണ്ഡിറ്റ് രമാഭായി പ്രാർത്ഥിച്ച ആ കിണർ ഇന്നും അവിടെ ഒരു ചരിത്രമായി നിലകൊള്ളുകയാണ്. ആ ഗ്രാമം മുഴുവൻ അവിടെ നിന്ന് അവർക്ക് വേണ്ട ദാഹജലം ഇന്നും എടുക്കുന്ന ഇടമായി ആമേൻ ഈ കിണർ മാറുകയാണ്. അതെ, ആ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഈ പ്രഭാതത്തിലെ ചിന്ത, പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. മുഴങ്കാലൊന്ന് മടക്കാമോ? പ്രാർത്ഥിക്കാമോ? ദൈവത്തോടൊന്ന് ചോദിക്കാമോ? ജീവിതത്തിൽ അസാധ്യങ്ങളുടെ മുൻപാകെ നിങ്ങൾ
ഇനി എന്ത് ചെയ്യും എന്ന് കരുതി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം, അതെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായി ഇല്ലല്ലോ. വിശ്വസിക്കാം, ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം, പ്രാപിക്കാം, ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് സകലവും സാധ്യമെന്നും അവിടുത്തെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞങ്ങൾ അറിയുന്നു. അങ്ങയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല കർത്താവേ. ഈ പ്രഭാതത്തിൽ അവിടുത്തെ നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളുടെ മുൻപാകെ പതറി നിൽക്കുന്നവരും പരാജയപ്പെട്ടവരും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രിയമുള്ളവർക്ക് അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ കുഞ്ഞുങ്ങളിൽ, അവരുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന പ്രഭാതമായി മാറട്ടെ. അങ്ങനെ ചെയ്യുന്നല്ലോ. നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായി ഇല്ലല്ലോ. കർത്താവിലും കർത്താവിന്റെ വചനത്തിലും നമുക്ക് ആശ്രയിക്കാം. God bless you all. Amen.